5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 2 ഫ്രഞ്ച് സഹോദരന്മാരായിരുന്നു വിശുദ്ധരായ റൊമാനൂസും ലൂപ്പിസിനൂസും. തൻ്റെ 35-ാമത്തെ വയസ്സിൽ റൊമാനൂസ് ലിയോൺസിലെ ഒരാശ്രമത്തിൽ സന്യാസ ജീവിതം ആരംഭിച്ചു. പിന്നീട് ഫ്രാൻസിനും സ്വിറ്റ്സർലൻഡിനും മധ്യയുള്ള ജൂറ പർവ്വതനിരകളിലെ കോണ്ടാറ്റ് എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. താമസിയാതെ റൊമാനൂസിന്റെ അനുജൻ ലൂപ്പിസിനൂസും ജ്യേഷ്ഠനോടൊപ്പം ചേർന്നു. ഇവരുടെ അത്ഭുത പ്രവൃത്തികളിൽ ആകൃഷ്ടരായി നിരവധി പേർ ആശ്രമത്തിൽ അംഗങ്ങളായി. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ റൊമാനൂസ് കോണ്ടാന്റിൽ പുതിയൊരു ആശ്രമം പണിതു. പിന്നീട് ഇരുവരും ചേർന്ന് നിരവധി ആശ്രമങ്ങൾ സ്ഥാപിച്ച് ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചു. സഹനജീവിതത്തിന്റെ ഉദാഹരണം എന്ന വണ്ണം വെറും പലകയിലാണ് റൊമാനൂസും ലൂപ്പിസിനൂസും കിടന്നിരുന്നത്. കുതിർത്ത റൊട്ടി മാത്രമാണ് കൂടുതൽ കാലം ഭക്ഷിച്ചിരുന്നത്. തോൽ വസ്ത്രവും മരച്ചരിപ്പുമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. വളരെയേറെ പണ്ഡിതന്മാർ സഹോദരന്മാരായ ഈ വിശുദ്ധരെ തങ്ങളുടെ ഗുരുക്കന്മാരായി സ്വീകരിച്ചു. AD 460 വിശുദ്ധ റോമാനൂസിന്റെ മരണം. പിന്നീട് 20 വർഷം കഴിഞ്ഞാണ് വിശുദ്ധ ലൂപ്പിസിനൂസ് മരണമടഞ്ഞത്. ഫെബ്രുവരി 28 ഈ വിശുദ്ധാത്മാക്കളുടെ തിരുനാൾ.